ഇന്നത്തെ ശ്രീമദ് ഭാഗവതം പഠിക്കുന്നത്. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം എല്ലാവരും വന്നു ചേർന്നതില്. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. जय श्री 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 राधा माधव की जय, श्रील प्रभुपाद की जय, श्रील गुरुदेव की जय, आनंद कोटि वैष्णव की जय, निताय गौर सिद्धनाथ प्रेमानंदे, हरि हरि बोल. ഹരേ കൃഷ്ണ. എല്ലാവരെയും നമ്മുടെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും എന്റെ ശബ്ദം ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം പ്രഭുജി, കേൾക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗലിതം ഫലം ശുകമുഖാദമൃതദ്രവ്യസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോർരസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠുകീ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. കഥാഞ്ചന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ധാരാളം ഭക്തി വൈഭവ സ്റ്റുഡൻസിനെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ സന്തോഷം എല്ലാവരും വന്നതില്. ഹരേ കൃഷ്ണ. നമ്മൾ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ശ്രീമദ് ഭാഗവത്തിന്റെ 1-ാമത്തെ സ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായത്തിലെ 10-ാമത് ശ്ലോകം എടുക്കാനാണ്. ഈ ഒരു അധ്യായം ഭീഷ്മദേവന്റെ ദേഹത്യാഗം അല്ലെങ്കിൽ പാസിംഗ് അവേ ഓഫ് ഭീഷ്മദേവ എന്ന ആ ശീർഷകത്തിലുള്ള അധ്യായമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു കാണും ഭീഷ്മദേവന്റെ ഗ്ലോറിഫിക്കേഷൻസ്. ഭീഷ്മദേവനെ പുകഴ്ത്തി പറയുന്നു സൂത ഗോസ്വാമി. അവിടെ പറയുന്നത് ആരെല്ലാമാണ് ഭീഷ്മദേവനെ കാണാൻ അവിടെ വന്നത്. അദ്ദേഹം അവിടെ ഗ്ലോറിഫൈ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു ദേവത
മുകളിൽ നിന്ന് വന്ന് താഴെ വന്ന് കിടക്കുന്ന ആ ഒരു പ്രതീതി ഉണർത്തുന്നു എന്ന് സൂത ഗോസ്വാമി അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഭീഷ്മദേവൻ, അപ്പൊ അതുപോലെ പ്രധാനപ്പെട്ട ഒരു വിശേഷണം നമുക്ക് ഭാഗവത്തിന്റെ ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്, അവിടെ വന്നവര് സത്വഗുണത്തിലുള്ളവരെല്ലാവരും ആണ് വന്നിരിക്കുന്നത് എന്നൊരു ഒരു ഒരു വിശേഷണം അവിടെ സൂത ഗോസ്വാമി നൽകുന്നുണ്ട്. അപ്പോ ആ ഒരു വിശേഷണം അവിടെ നൽകാനുള്ള കാരണം എന്ന് പറയുന്നത്, അത് ഭീഷ്മദേവന്റെ വലിയൊരു ഗ്ലോറിഫിക്കേഷൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ വന്നിരിക്കുന്ന എല്ലാ ഋഷിമുനിമാരും ദേവതമാരും പരശുരാമൻ ഉൾപ്പെടെ, തൻ്റെ ഗുരുവായ ഭീഷ്മദേവന്റെ ഗുരുവായ പരശുരാമൻ ഉൾപ്പെടുന്ന ഋഷിമുനിമാരും അതുപോലെ തന്നെ പല വ്യക്തിത്വങ്ങൾ, സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ മുൻപിൽ നിൽക്കുന്നു. പാണ്ഡവരും ഈ വന്നിരിക്കുന്നവരെല്ലാവരും സത്വഗുണത്തിലുള്ളവരാണ് എന്നൊരു വിശേഷണം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അത് വായിച്ചതായിട്ട് ആരോർക്കുന്നുണ്ട്? ആ ഒരു വിശേഷണം കേട്ടതായിട്ട് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഹരേ കൃഷ്ണ. ഇല്ല അല്ലേ? അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മൾ ഒരു സെക്കൻഡ് ഞാൻ നോക്കട്ടെ ഏത് ശ്ലോകത്തിലാണ് എന്ന്. ഈ ഒരു അധ്യായം തുടങ്ങിയിട്ട് 10 ശ്ലോകങ്ങൾ മാത്രമേ ആയുള്ളൂ. 5-ാമത്തെ ശ്ലോകമാണോ പ്രഭു? 5-ാമത്തെ ശ്ലോകത്തിലാണ് അല്ലേ? വെരി ഗുഡ്, താങ്ക് യു മാതാജി. വളരെ യെസ് കറക്റ്റ്. അത് 5-ാമത്തെ ശ്ലോകം. അതായത് തത്ര ബ്രഹ്മർഷയാ സർവേ ദേവർഷ്യാശ്ച സത്തമഃ രാജർഷയശ്ച തത്രാസൻ ദ്രഷ്ടും ഭരത പുങ്കവം. അപ്പൊ അവിടെ പറയുന്നത് സത്തമഃ എന്ന് പറയുന്നത് സിറ്റുവേറ്റഡ് ഇൻ ദ ക്വാളിറ്റീസ് ഓഫ് ഗുഡ്നെസ്, സത്വഗുണത്തിലുള്ള വ്യക്തിത്വങ്ങൾ. അതായത് ഇംഗ്ലീഷിലാണ് എൻ്റെ ഭാഗവതം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പൊ ഞാനത് ഇംഗ്ലീഷിൽ വായിക്കാം. ജസ്റ്റ് ടു സീ ദ ചീഫ് ഓഫ് ദ ഡിസെൻഡൻസ് ഓഫ് കിങ് ഭരത, ദാറ്റ് മീൻസ് ഭീഷ്മദേവ, all the great souls in the universe, namely the rishis amongst the demigods, brahmanas and kings, all situated in the quality of goodness, were assembled there. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ഗ്ലോറിഫിക്കേഷൻ ആണ് ഭീഷ്മദേവൻ വർത്തിക്കുന്നത് തന്നെ സത്വഗുണത്തിലാണ്. അപ്പം അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളാണ് അദ്ദേഹത്തെ കാണാൻ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ആ ഒരു വിശേഷണം സൂത ഗോസ്വാമി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. സോ ഭീഷ്മദേവൻ തീർച്ചയായിട്ടും നമുക്കറിയാം, ഈസ് വൺ അമംഗ്സ്റ്റ് ദ 12 മഹാജൻസ്. 12 മഹാജന്മാരിൽ ഒരു വ്യക്തിയാണ് ഭീഷ്മദേവൻ. ഭീഷ്മദേവന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ക്വാളിഫിക്കേഷൻ ആർക്ക് പറയാം? എന്താണ് ഏറ്റവും വലിയൊരു ക്വാളിഫിക്കേഷൻ ഭീഷ്മദേവന് കൊടുക്കാൻ പറ്റിയത്? ആർക്കെങ്കിലും നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്? ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഏറ്റവും വലിയ വിശേഷണം ഭീഷ്മദേവന് കൊടുക്കാൻ പറ്റിയ ഗ്ലോറിഫിക്കേഷൻ എന്താണ്? He was firm in his determination, his vow. Yes, determination is. അതെ, ഭീഷ്മ എന്ന വാക്കിന് അർത്ഥം തന്നെ അതാണ് അല്ലേ? ഇത് determined, the honor of the great vow. Yes, very good, thank you മാതാജി. വേറെ ആർക്കെങ്കിലും പറയാമോ? എന്തെങ്കിലും പറയാനുണ്ടോ? വാക്പാലനം, അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കുന്നു. യെസ്, വാക്ക് പാലിച്ചു. വെരി ഗുഡ്. യെസ്, പിന്നെ സത്യസന്ധനാണ്. യെസ്, വെരി ഗുഡ്. വേറെ ആർക്കും ഒന്നും പറയാനില്ലേ? ഭീഷ്മദേവനെ കുറിച്ച് ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാം. പക്ഷെ ഫോർ മീ, എൻ്റെ അഭിപ്രായത്തിൽ ചോദിക്കുകയാണെങ്കിൽ, എൻ്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ, the greatest recognition or glorification is that യുധിഷ്ഠിര മഹാരാജാവ് കൃഷ്ണന്റെ അടുത്ത് ഉപദേശത്തിന്, അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്നതിന് വേണ്ടി കൃഷ്ണന്റെ അടുത്ത് ഉപദേശം തേടിയപ്പോൾ കൃഷ്ണൻ ഭീഷ്മദേവന്റെ അടുത്തേക്കാണ് യുധിഷ്ഠിര മഹാരാജാവിനെ അയച്ചത്. ദാറ്റ് ഈസ് ഗ്രേറ്റസ്റ്റ് ഗ്ലോറി, ഗ്രേറ്റസ്റ്റ് റെക്കഗ്നീഷൻ. അതായത് ഭഗവാൻ സ്വയം റെക്കഗ്നൈസ് ചെയ്യുന്ന, ഭഗവാൻ അറിയാൻ വയ്യാത്ത കാര്യമല്ല. But Krishna wanted to give that glory to Bhishmadeva. അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു റെക്കഗ്നീഷൻ ഭീഷ്മദേവന്റെ ഗ്ലോറിക്ക് കൊടുക്കാൻ പറ്റിയത്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം?
ഹരേ കൃഷ്ണ. ആരെങ്കിലും പറയൂ, വാട്ട് യു സേ? നല്ലൊരു റെക്കഗ്നീഷൻ ആണോ? ഭക്തനായതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഭീഷ്മദേവരെടുത്ത രാജാവിനെ കൊണ്ടുപോയത്. ഹരേ കൃഷ്ണ. മനസ്സിലായി? ഒന്നുകൂടെ പറഞ്ഞിട്ട് പ്രഭു കേട്ടില്ല. എന്താണ് പറഞ്ഞത്? ശ്രീകൃഷ്ണ ഒന്നുകൂടെ ഭഗവാൻ പറഞ്ഞാട്ടെ. രാജാവിന് ഉപദേശം കൊടുക്കാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ധർമ്മപുത്രരെ ഭീഷ്മരെടുത്ത് കൊണ്ടുപോയത് അദ്ദേഹം ഏറ്റവും നല്ല ഭക്തനാണെന്നുള്ള കാരണം. ഏറ്റവും നല്ല ഭക്തനാണ്. യെസ്, അത് സംശയമില്ല. ഏറ്റവും നല്ല ഭക്തൻ എന്ന് പറയുമ്പോ ആ ഒരു രീതിയിൽ നമ്മൾ ഐ ഫുള്ളി അക്സെപ്റ്റ് വാട്ട് യു സേ. ഒരു മിനിറ്റ്, ഞാൻ പ്രഭു പറഞ്ഞത് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇത് വളരെ നല്ലൊരു പോയിന്റ് ആണ് പ്രഭു പറഞ്ഞത്. എങ്കിലും എനിക്ക് ഒരു വേറൊരു വേർഷൻ നമ്മൾ അതിന്റെ നോക്കുകയാണെങ്കിൽ ഭീഷ്മദേവനേക്കാൾ നല്ല ഭക്തനല്ലായിരുന്നു അർജുനൻ? Bhishma was considered as a devotee in the Dasyarasa. ഒരു ദാസ്യഭാവത്തിലാണ് ഭീഷ്മദേവൻ ഭഗവാനെ സ്വയം ഭഗവാനിന്റെ കണക്ഷനുമായിട്ട് വെച്ചത്. പക്ഷെ അർജുനന്റെ ഒരു സഖാരൂപത്തിലായിരുന്നു. യശോദാമായി അതിനേക്കാൾ ഗ്രേറ്റ് ആയിരുന്നു. രാധാറാണി വാസ് ഗ്രേറ്റർ ദാൻ ഭീഷ്മദേവ. I'm not എന്താ പറയുക, ഡിഫറൻഷിയേറ്റിംഗ് ഓർ അവരെ ഒരു ഡിവോട്ടിയുടെ ക്വാളിറ്റിയെ കുറിച്ച് അളക്കുകയല്ല ഞാൻ ചെയ്തത്. പക്ഷെ ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശാന്ത ദാസ്യ സാഖ്യ വാത്സല്യ മാധുര്യ, ദാറ്റ്സ് എ ലെവൽ ദാറ്റ് ദ ഹയസ്റ്റ് ഈസ് കൺസിഡേർഡ് ആസ് മാധുര്യ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഡിവോട്ടി മീൻസ് യശോദാമായി, രാധാറാണി. So they are, in the ഭക്തിയുടെ ഭാവത്തിൽ they are dedicating everything to the Lord. അപ്പൊ ആ ഒരു ലെവൽ നോക്കിയാൽ they are higher than ഭീഷ്മദേവ. അപ്പൊ ആ ഒരു കൺസിഡറേഷൻ അല്ല അവിടെ. പ്രഭു പറയട്ടോ, പ്രഭു എനിക്കറിയാവുന്ന പറയാം. പ്രഭു ഭഗവാനെ പുകഴ്ത്തുന്നതിനെക്കാട്ടിലും അല്ലെ ഭഗവാനുള്ളതിനെക്കാട്ടിലും ഭഗവാന്റെ ഭക്തന്മാർ ഉയരുന്നതാണ് ഭഗവാൻ ഇഷ്ടം. അപ്പൊ ഭഗവാനെക്കാട്ടിലും ഒരു ഇതായിട്ട് ഭീഷ്മദേവനെ കാണണം ഭക്തനെ. അപ്പൊ ആ നില ഭീഷ്മയുടെ നില ഉയർന്നിരിക്കണം ആളുകളുടെ. അതിനു വേണ്ടിയാണ് അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഗ്രേറ്റസ്റ്റ് റെക്കഗ്നീഷൻ വാട്ട് ഭീഷ്മദേവ ക്യാൻ ഗെറ്റ്. അതിനേക്കാൾ വലിയൊരു റെക്കഗ്നീഷൻ ഇല്ല. കാരണം ഭീഷ്മദേവൻ, ഭഗവാൻ കൃഷ്ണൻ പോലും യുധിഷ്ഠിര മഹാരാജാവിനെ ഭീഷ്മദേവന്റെ അടുത്തേക്ക് വിടണമെങ്കിൽ then that is his quality. അതായത് അതൊരു വലിയൊരു റെക്കഗ്നീഷൻ ആയിട്ട് നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റും. that is the greatest glory. അപ്പം നമ്മള് അതിലേക്ക് വരുന്നു. ഉപദേശിക്കാൻ ഏറ്റവും സമർത്ഥനായ വ്യക്തി ഭീഷ്മർ തന്നെയാണ്. യെസ്, അത് ഞാൻ പറഞ്ഞേ. മീൻസ് ഭഗവാൻ he cannot be greater than Krishna at any way. ഭഗവാനേക്കാളിൽ ഗ്രേറ്റ് ആവാൻ ഒരിക്കലും സാധിക്കില്ല. പക്ഷേ ആ ഭഗവാൻ ഭീഷ്മദേവനെ എല്ലാരും മ്യൂട്ടിലിരുന്നു. ദേവി എല്ലാരും മ്യൂട്ടിലിരുന്നാട്ടെ ദയവ് ചെയ്തിട്ട്. ഹരേ കൃഷ്ണ. ശാന്തി മാതാജി മ്യൂട്ടിലാണ്. ജ്ഞാനാംബിക മാതാജി ഒന്ന് മ്യൂട്ടിലിരുന്നാട്ടെ. ഹരേ കൃഷ്ണ. യെസ്, താങ്ക് യു. യെസ്, അതിന്റെ ഹോസ്റ്റ് ഒന്ന് കെയർ ചെയ്താൽ നല്ലതായിരിക്കും. യെസ്, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു സംഭവം നടക്കുന്നതിന് ഏതാണ്ട് 8-10 ദിവസം അല്ലെങ്കിൽ കുറച്ച് മേ ബി എ മന്ത് ബാക്ക് കുരുക്ഷേത്ര യുദ്ധം നടന്നു. അവിടെ ഭഗവത്ഗീത എന്ന മഹത് ഗ്രന്ഥം മുഴുവൻ ഭഗവാൻ കൃഷ്ണനാണ് അർജുനൻ ഉപദേശിച്ചു കൊടുത്തത്. സോ അതിൽ തന്നെ പറയുന്നു everything I am the topmost knower of everything. ഇതെല്ലാം ഭഗവാൻ പറയുന്നു. അപ്പൊ ഭഗവാനാണ് ഏറ്റവും ജ്ഞാനിയായതും ഏറ്റവും ബെസ്റ്റ് പേഴ്സൺ ഭഗവാനാണ്. എന്നിരുന്നിട്ടും ആ ഭഗവാൻ ഭീഷ്മദേവന്റെ അടുത്തേക്ക് യുധിഷ്ഠിര മഹാരാജാവിനെ അയക്കുമ്പോ that is the greatest recognition. That's what I meant to say. Okay, very good. Thank you so much. എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ വളരെ സന്തോഷം. താങ്ക് യു. സോ നൗ നമുക്ക് വിൽ ഗോ ടു ടുഡേസ് ശ്ലോക. സോ ഓക്കെ, ഇന്ന് ശ്ലോകത്തിലേക്ക് പോകുന്നതിന് മുൻപ് again just ഒരു ക്വസ്റ്റ്യൻ. ഭീഷ്മദേവന്റെ പ്രീവിയസ് ബർത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമോ? അഷ്ടവസുക്കളിലെ ചീഫ് ആയിരുന്നു ഭീഷ്മദേവൻ. അവർക്ക് കിട്ടിയ ശാപം എന്താണ്? വസുക്കൾക്ക് എന്തുകൊണ്ടാണ് ആ ശാപം കിട്ടാനുള്ള കാരണം?
അഷ്ടവസുക്കൾക്ക് ശാപം കിട്ടാനുള്ള കാരണം, മനുഷ്യനായി ജനിക്കണം എന്ന ശാപം കിട്ടാനുള്ള കാരണം വസിഷ്ഠ എന്ത്? മഹർഷിയുടെ ആ പശുവിനെ മോഷ്ടിച്ചോണ്ട് പോയി. വസിഷ്ഠ മഹർഷിയുടെ യെസ് കാമധേനു അല്ലെങ്കിൽ നന്ദിനിയെ മോഷ്ടിച്ചു അല്ലെ. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. സോ അപ്പം അതുകൊണ്ട് എന്താണ് ശാപം കിട്ടിയത്? മനുഷ്യകുലത്തിൽ ജനിക്കണം, മനുഷ്യകുലത്തിൽ പോയി ജനിക്കണം. മനുഷ്യരായിട്ട് ജനിക്കണം. ഓക്കെ, ആരൊക്കെയാണ് ഈ അഷ്ടവസുക്കൾ? അത് പേരറിഞ്ഞൂടാ. പേരറിഞ്ഞൂടെ പറയണം അല്ലേ? പ്രഭു, പറയണം പ്രഭു. യെസ്, അഷ്ടവസുക്കൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതരായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അവർക്ക് ഓരോ പ്രത്യേക പേരുകളുണ്ട്. മറ്റാരുമല്ല, നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന വസ്തുക്കൾ തന്നെയാണ് അവർ. അഷ്ടവസുക്കൾ എന്ന് പറയുന്നത് ആകാശം, ഭൂമി, വായു, അഗ്നി, പിന്നെ നക്ഷത്രങ്ങള്, വെള്ളം, സൂര്യൻ, ചന്ദ്രൻ. ഈ 8 പേരാണ് അഷ്ടവസുക്കൾ. പക്ഷെ ഇവർക്ക് 8 പേർക്ക് ഓരോ പേരുകളുണ്ട്. അതായത് ഈ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. ദ്യാവു എന്ന് എത്ര പേര് കേട്ടിട്ടുണ്ട്? ആകാശത്തിന് മറ്റൊരു പേരാണ് ദ്യാവു. അതായത് നമ്മള് ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഇസ്കോണിന്റെ ഒരു പ്രീസ്റ്റ് ചെയ്യുന്ന ഹോമം എത്ര പേര് കണ്ടിട്ടുണ്ട്? ഇസ്കോൺ പ്രീസ്റ്റ്, മറ്റുള്ളവർ ചെയ്യുന്ന ഹോമമല്ല. ഇസ്കോണിന്റെ ഒരു പ്രൊഫഷണൽ പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് ഹോമം ചെയ്ത്, ഇപ്പൊ അജയ് ഗോവിന്ദ പ്രഭു അല്ലെങ്കിൽ അതുപോലെ ആരെങ്കിലും ഹോമം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഐശ്വര്യ മാതാജി തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും. അതായത് യെസ്, വിജയശ്രീ മാതാജി കണ്ടിട്ടുണ്ട്. യെസ്, അത് അവര് ലാസ്റ്റില് എൻഡ് സമയത്ത് കയ്യിൽ ഒരു കലശം, ഗൗരവപ്രിയ മാതാജി കണ്ടിട്ടുണ്ട്, കയ്യിൽ കലശം പിടിച്ചുകൊണ്ട് മാവില എടുത്തുകൊണ്ട് ഇങ്ങനെ വെള്ളം തളിക്കുന്ന കണ്ടുണ്ടാവും. ആ സമയത്ത് ഒരു മന്ത്രം ചൊല്ലും. നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ദ്യാവുശാന്തിരന്തരീക്ഷകം ശാന്തി. അതായത് ഈ പറഞ്ഞ അഷ്ടവസ്തുക്കൾക്ക് അവർ ശാന്തി നേരുകയാണ്. ശാന്തി നേരുമ്പോൾ അവരിൽ നിന്ന് ഓസ്പീഷ്യസ് നമ്മൾ സ്വീകരിക്കുന്നു. അത് വളരെ ഇപ്പൊ ഞാൻ പറഞ്ഞു അവർ പ്രോസസ് ഇസ് പെർഫെക്റ്റ്. അപ്പം അതിൽ പറയുന്നുണ്ട് ദ്യാവു മീൻസ് സ്കൈ. അപ്പം ദ്യാവു, പൃഥ്വി, വായു, അഗ്നി, നക്ഷത്ര, വരുണ, സൂര്യ ആൻഡ് ചന്ദ്ര. ഈ 8 പേരാണ്. ഇതാണ് 8 പേരുടെ വസ്തുക്കളുടെ പേര്. ഇതില് ആകാശം, ദ്യാവു അല്ലെങ്കിൽ സ്കൈ എന്ന് പറയുന്ന ആകാശമാണ് പ്രഭാസ എന്ന് പറയുന്ന വസു. ഇവർക്ക് ഓരോരുത്തർക്ക് വേറെ ഓരോ പേരുകളും ഉണ്ട്. ഈ അഷ്ടവസ്തുക്കൾക്ക് പേരുകളുമുണ്ട്. അതായത് ധര, അഹ, അനല, അനില, പ്രത്യുഷ, പ്രഭാസ, സോമ, ധ്രുവ. ഈ 8 പേരാണ് അഷ്ടവസ്തുക്കൾ എന്ന് പറയുന്നത്. ഈ അഷ്ടവസ്തുക്കളിൽ പ്രഭാസ എന്ന് പറയുന്നതാണ് ആകാശം. പ്രഭു ഒന്നുകൂടെ ആകാശം, യെസ്, ധര ഇസ് എർത്ത്. ധര എന്ന് പറയുന്നത് ഭൂമി. ആഹ എന്ന് പറയുന്നത് വാട്ടർ, വെള്ളം, ജലം. അനല എന്ന് പറയുന്നത് ഫയർ. അനില എന്ന് പറയുന്നത് വായു. ഇത് നമുക്ക് മലയാളത്തില് ഈ പര്യായ പദങ്ങൾ പഠിക്കുമ്പോൾ ഈ പദങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? മലയാളം പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ പര്യായ പദത്തില് അനില എന്ന് പറയുന്നത് കാറ്റ് അല്ലെങ്കിൽ വായുവിന്റെ ഒരു പര്യായമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രത്യുഷ എന്ന് പറയുന്നത് സൂര്യൻ. പ്രഭാസ എന്ന് പറയുന്നത് ആകാശം. സോമ ചന്ദ്രൻ. ധ്രുവ നക്ഷത്രം അല്ലെങ്കിൽ സ്റ്റാർസ്. ഒന്നുകൂടെ വായിക്കാം. ധര, അഹ, അനല, അനില, പ്രത്യുഷ, പ്രഭാസ, സോമ, ധ്രുവ. ഈ 8 പേരാണ് അഷ്ടവസ്തുക്കൾ. ഈ അഷ്ടവസ്തുക്കളിൽ ആകാശത്തിന്റെ വസ്തുവിന്റെ പേരാണ് പ്രഭാസ. പ്രഭാസ ഈസ് കൺസിഡേർഡ് ആസ് ദ ചീഫ്റ്റൻ. അതായത് അതിന്റെ ഏറ്റവും മുതിർന്ന വസ്തുവായിട്ട് ആകാശത്തിനെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ 8 പേരുടെ ഭാര്യമാരിൽ ഒരാളുടെ ഭാര്യ വന്ന് കാമധേനുവിനെ അല്ലെങ്കിൽ നന്ദിനിയെ മോഷ്ടിക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ മോഷ്ടിക്കുന്ന സമയത്ത് അതായത് ഭർത്താവിന്റെ സഹായത്തോടു കൂടിയാണ്. അപ്പൊ ഇത് ആരാണിത് മോഷ്ടിച്ചത് അറിയാത്തത് കൊണ്ട് വസിഷ്ഠ മുനി 8 പേർക്കും ശാപം കൊടുക്കും. 8 പേരും മനുഷ്യരായി ജനിക്കാൻ ഉള്ള അവസരം ഉണ്ടാകട്ടെ. അങ്ങനെ ശാപം കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം തിരിച്ചറിയുന്നത് ഇതിന്റെ മെയിൻ കാരണക്കാരൻ പ്രഭാസയാണ്.
പ്രഭാസ അതായത് ആകാശം, ആകാശവും അതായത് പ്രഭാസയും പ്രഭാസയുടെ ഭാര്യയും കൂടെ ചേർന്നിട്ടാണ് ഈ മോഷ്ടിക്കുന്നത് എന്ന് അറിയുമ്പോൾ അങ്ങനെ, പക്ഷെ ശാപം നൽകിയത് കാരണം മറ്റ് 7 പേരും ജസ്റ്റ് ജന്മമെടുത്ത് ഉടൻ തന്നെ അവർക്ക് തിരിച്ചു വരാൻ സാധിക്കും. ജസ്റ്റ് മനുഷ്യനായിട്ട് ജന്മമെടുത്ത്. അതുകൊണ്ടാണ് ഗംഗയ്ക്കും ശാന്തനുവിനും പുത്രന്മാരുണ്ടാകുമ്പോൾ 7 പേര് ജനിച്ച ഉടൻ തന്നെ മരിക്കുന്നത്, അല്ലെങ്കിൽ ഗംഗാദേവി ചെന്ന് ഗംഗയിൽ തന്നെ എറിഞ്ഞ് കൊല്ലുന്നത്. അപ്പൊ അങ്ങനെ അവർക്ക് ആ ശാപം ഇമ്മീഡിയറ്റ്ലി അവർക്ക് അതിൽ നിന്ന് ശാപമോക്ഷം ലഭിക്കും. പക്ഷേ പ്രഭാസയും ഭാര്യയും കൂടെ ചേർന്ന് കൊണ്ട് ഇതിനെ മോഷ്ടിച്ചതുകൊണ്ട് അതിന് കൂടുതൽ സമയം ഭൂമിയിൽ ജീവിക്കേണ്ടി വരികയും ഈ കഷ്ടതകളെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ്. അങ്ങനെയാണ് ഭീഷ്മദേവൻ അല്ലെങ്കിൽ ദേവവ്രതൻ എന്ന പേരിൽ അഷ്ടവസ്തുക്കളിൽ പ്രഭാസ എന്ന് പറയുന്ന ആകാശം ജന്മമെടുക്കേണ്ടി വരികയും, ജന്മമെടുത്തതിന് ശേഷം അദ്ദേഹം പിന്നെ ഭീഷ്മ എന്ന് പറയുന്ന പേര് എങ്ങനെ ലഭിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കഠിനമായ വ്രതത്തിന്റെ ഉടമയാണ്. അത് വളരെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഭീഷ്മദേവന്റെ ഇപ്പൊ ഈ പറഞ്ഞ ഇത്രയും ഗ്ലോറിഫിക്കേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട് എങ്കിലും എന്തുകൊണ്ടാണ് പിന്നെ ഭഗവാൻ ഒരു ചതിയിൽ കൂടി ഭീഷ്മദേവനെ കൊല്ലേണ്ടി വരുന്നത്? എന്താണ് അതിന് കാരണം? അതായത് ഇച്ഛാമൃത്യുണ്ട്. ഭീഷ്മര് തന്നെ അമ്മയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ടല്ലോ, നെക്സ്റ്റ് ഇതില് എനിക്ക് എന്നെ വധിക്കാൻ സാധിക്കുന്നുള്ള ഒരു ഇത് ഭീഷ്മര് തന്നെയാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു അമ്പയ്ക്ക് അല്ലെ, അമ്പ കറക്റ്റ്. ഓക്കെ, അത് കറക്റ്റ് ആണ്, ശരിയാണ്. ശരി, എങ്കിലും അതായത് ഒരു അധർമ്മത്തിലൂടെയാണ് ഭഗവാൻ കൃഷ്ണൻ ഭീഷ്മനെ കൊല്ലുന്നത്. ഭീഷ്മന് നല്ല പ്രധാനപ്പെട്ട 3 പേര്, അതായത് കർണൻ, ഭീഷ്മൻ, പിന്നെ ദ്രോണാചാര്യ, ഇവരെ 3 പേരെയും നിരായുധരായിരിക്കുമ്പോഴാണ് കൊല്ലുന്നത്. കാരണം എങ്കിൽ മാത്രമേ അവരെ കൊല്ലാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ആ സമയത്ത് 3 പേർക്കും ഭഗവാൻ ഓരോ അഡ്വൈസ് അല്ലെങ്കിൽ അവർക്ക് ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് അനുഭവിക്കേണ്ടി വരുന്നത്? അപ്പൊ അതിൽ ഭീഷ്മൻ ചെയ്ത തെറ്റെന്താണ്? ആർക്ക് പറയാം? മറ്റേ വസ്ത്രാക്ഷേപത്തിന്റെ സമയത്ത് ഭീഷ്മര് നോക്കി നിൽക്കുകയാണല്ലോ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് അവിടെ മറ്റു ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. അല്ല, ഭീഷ്മര് പിതാ പശുവിനെ മോഷ്ടിക്കാൻ 1-ാം സ്ഥാനത്ത് നിന്ന ആള് ഭീഷ്മറാണ്. അതല്ലേ പ്രഭുജി? പശുവിനെ അതായത് കാമധേനു അഷ്ടവസ്തുക്കളായിട്ട് ഭൂമിയിൽ വരാൻ അല്ലല്ല, ഭൂമിയിൽ വരാനുള്ള കാരണം അത് അഷ്ടവസ്തുക്കൾക്ക് ശാപം കിട്ടി. പക്ഷെ ഭീഷ്മനായിട്ട് ചെയ്ത തെറ്റെന്താണ്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ നിരായുധനായിരിക്കുന്ന സമയത്ത് അങ്ങനെ കൊല്ലേണ്ടതായിട്ട് വരുന്നത് എന്ന് പറയുന്നതിന് കാരണം ഭഗവാൻ ഭീഷ്മദേവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മരണസമയത്ത്, അല്ലെങ്കിൽ ശരശയിൽ കിടക്കുന്നതിന് മുൻപ്. അദ്ദേഹത്തിന്റെ ശബ്ദവും അദ്ദേഹത്തിന് വേണ്ടി സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ശബ്ദത്തെ ഉപയോഗിച്ചു. വെരി ഗുഡ്, യെസ്. അതായത് ഇപ്പം ആദ്യം പറഞ്ഞ മാതാജിയും ഇപ്പം പറഞ്ഞ മാതാജിയും പേര് കാണാൻ സാധിച്ചില്ല, അതുകൊണ്ടാണ് സോറി, പേര് മനസ്സിലായില്ല. നിങ്ങൾ 2 പേരും കൂടെ പറഞ്ഞത് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആവും. അതായത് ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ആ വസ്ത്രാക്ഷേപ സമയത്ത് ഭീഷ്മദേവന് അതായത് യഥാർത്ഥത്തിൽ ഭൂമിയിൽ അന്നുണ്ടായിരുന്നതിൽ ഭഗവാൻ കൃഷ്ണൻ ഒഴിച്ച് വേറെ ആർക്കും ഭീഷ്മദേവനെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. ഈവൻ സ്വന്തം ഗുരുവിനെ പോലും തോൽപ്പിച്ച വ്യക്തിയാണ് ഭീഷ്മദേവൻ. അത്രയ്ക്ക് എക്സ്പേർട്ടായിട്ടുള്ള ആ ആയുധധാരി, അല്ലെങ്കിൽ അത്രയും വലിയ സേനാധിപനായിട്ട്, കൗരവരുടെ സേനാധിപനായിട്ട് നിൽക്കുന്ന അദ്ദേഹം ആ അതായത് കൗരവരുടെ സഭയിൽ വെച്ച് ഒരു കുലസ്ത്രീയെ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ തൻ്റെ സ്വാർത്ഥതയാകുന്ന ആ വ്രതം, അല്ലെങ്കിൽ എന്താ പറയാ, കഠിനമായ ആ എന്ന ശപഥത്തിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഞാൻ ശപഥത്തിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞ് ആ രാജകുമാരനായ ദുര്യോധനനെ എതിര് പറയാതെ അവിടെ മിണ്ടാതെ നിന്നതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. അതൊരു സ്വാർത്ഥത കൊണ്ട് മാത്രമാണ്. ശപഥം എന്ന് പറയുന്നത് ഞാൻ ചെയ്ത ശപഥം എനിക്ക് കാര്യമല്ല, ഇവിടെ ധർമ്മമാണ് നിലനിൽക്കേണ്ടത് എന്ന ഉദ്ദേശത്തിൽ അല്ലെങ്കിൽ എന്ന താല്പര്യത്തോടു കൂടി അവിടെ വാള് എടുത്ത് അല്ലെങ്കിൽ അമ്പും വില്ലും എടുത്തുകൊണ്ട് ദുര്യോധനനെതിരെ യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ അവനെ പിടിച്ചു കെട്ടി ഈ അധർമ്മത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ചില്ല ഭീഷ്മർ എന്നുള്ളതാണ് ഭീഷ്മർ ചെയ്ത തെറ്റ്. അത് വലിയൊരു തെറ്റാണ്. കാരണം അവിടെയും
സ്വാർത്ഥ താല്പര്യം മാത്രമാണ് ഭീഷ്മദേവൻ. അപ്പൊ ഞാൻ പറഞ്ഞ വാക്ക്, ഞാൻ ചെയ്ത ശപഥം എനിക്ക് പാലിക്കണം, അത് സ്വന്തം താല്പര്യം മാത്രം. പൊതുവായിട്ടുള്ള ഒരു ധർമ്മത്തിന് വേണ്ടി അദ്ദേഹം നിലനിന്നില്ല എന്നുള്ള ഒരു അപരാധമാണ് ഭീഷ്മദേവൻ ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തിന് പിന്നെ നിരായുധനായി നിൽക്കുന്ന സമയത്ത് അപ്പം ഭഗവാൻ പറയുന്നു, നീ മരിക്കാൻ തയ്യാറായേ പറ്റൂ. അങ്ങനെയാണ് ഭീഷ്മദേവൻ ആയുധം താഴെ വെച്ചുകൊണ്ട് ശരണം അല്ലെങ്കിൽ കൊല്ലാൻ അല്ലെങ്കിൽ സ്വയം മരിക്കാനായിട്ട് തയ്യാറാകുന്നത്. അതിൽ ഏറ്റവും വലിയൊരു ഒരു ചെറിയൊരു ഓക്കെ ലൈക്ക് ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് ദ സിംഗ്. എന്നാൽ ഇതിൽ നിന്ന് വെളിയിലുള്ള ഒരു പോയിന്റ് ആണ്. നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ അഷ്ടവസ്തുക്കൾ എന്ന് പറഞ്ഞാൽ വസ്തുക്കളാണ് ഈ ശാപം കിട്ടി വന്നത്, ഇതെല്ലാം പറഞ്ഞു. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു പോയിന്റ്, പക്ഷെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പക്ഷെ എങ്കിൽ ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഭഗവാനെ വിളിക്കുന്ന ഒരു പേര്, ഭഗവാൻ വിഷ്ണുവിനെ വിളിക്കുന്നതാണ്, അല്ലെങ്കിൽ എന്താണ്, വസുദേവ. എന്താണ് പേര്? വസുദേവ. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? വസുദേവ എന്ന് പറഞ്ഞാൽ വസുക്കളുടെ ദേവൻ എന്നാണ് അതിനർത്ഥം. അത് വിഷ്ണു, ഭഗവാൻ വിഷ്ണുവാണ്. അതായത് ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികളുടെ എല്ലാത്തിൻ്റെയും നാഥനാണ് വസുദേവൻ എന്ന ആ പേരിനർത്ഥം. നമ്മൾ എപ്പോഴും വിളിക്കും വസുദേവ സുതം ദേവം കംസചാണൂരമർദ്ദനം ഒക്കെ വിളിക്കും. പക്ഷെ എത്ര പേര് നോട്ടീസ് ചെയ്തിട്ടുണ്ട് ഇത്? ആരെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ ഈ ഒരു അർത്ഥത്തെ, പേരിന്റെ അർത്ഥം? പ്രഭു, പക്ഷെ ഇപ്പോഴത് മനസ്സിലായത്. അന്നേരം വിചാരിക്കും ഈ വസുദേവൻ എന്ന് പറയുന്നത് വസുദേവന്റെ പുത്രനായതുകൊണ്ട് പറയുന്നെന്ന് വിചാരിച്ചിരുന്നത്. അത് വാസുദേവനാ. വാസുദേവൻ എന്ന് പറയുമ്പോൾ വസുദേവന്റെ പുത്രൻ എന്നാ പറയുന്നത്. പക്ഷെ വസുദേവൻ എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ പേരെന്ന് പറയുന്നത് വസുക്കൾ എന്ന് പറഞ്ഞാൽ ഈ വസ്തുക്കൾ, ഈ 8 ധാതുക്കൾ, ഇതാണ് പ്രപഞ്ചത്തിന്റെ എല്ലാത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരം. സർവപ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരം ഈ 8 കാര്യങ്ങളാണ്. വായു, ജലം, അഗ്നി, ആകാശം, പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്, അഗ്നി, സൂര്യൻ, ചന്ദ്രൻ, ഇതൊന്നും ഇല്ലാതെ ഈ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല. പ്രപഞ്ചത്തിന്റെ എല്ലാത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമായ ഈ അഷ്ടധാതുക്കളുടെ അല്ലെങ്കിൽ വസുക്കളുടെ നാഥനാണ് വസുദേവൻ, സാക്ഷാൽ ഭഗവാൻ വിഷ്ണു. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞാണ്. ഇപ്പൊ മാതാജി പറഞ്ഞ പോലെ പലരും നോട്ടീസ് ചെയ്യില്ല. സോ ഈ ഒരു കണക്ഷൻ വന്നപ്പോൾ ഈ നമ്മൾ ചെയ്യുന്ന എന്തും 12 ശക്തികൾ കാണുന്നുണ്ടെന്ന് പറയുന്നല്ലോ പ്രഭു. നമ്മൾ എന്ത് ചെയ്താലും, എത്ര രഹസ്യമായി ചെയ്താലും 12 ശക്തികൾ, അതിൽ അഷ്ടവസ്തുക്കളും വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രഭുജി, നമ്മുടെ ഈ 33 കോടി ദേവകളിലും ഈ അഷ്ടവസ്തുക്കൾ വരുന്നില്ലേ? ഉണ്ട്. രുദ്രന്മാര്, അങ്ങനെ പലതും. അഷ്ടവസ്തുക്കള്. പ്രഭു പറഞ്ഞാൽ ഞാനും ശ്രദ്ധിച്ചിരുന്നു, പക്ഷെ അതിന്റെ എക്സാക്ട് കിട്ടിയിരുന്നില്ല. ഇപ്പോഴാണ്. ഹരേ കൃഷ്ണ, താങ്ക് യു. സോ നമുക്ക് ആക്ച്വലി ഇന്നത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ഇറ്റ്സ് ലൈക്ക് എ സ്മോൾ ശ്ലോക. അതുകൊണ്ടാണ് ഭീഷ്മദേവന്റെ കുറച്ച് കഥകൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ശ്ലോക നമ്പർ 10, 10ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് നോക്കാം. എന്താണ് ഇതിൽ പറയുന്നത്? അപ്പൊ ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ, അല്ലെങ്കിൽ ഭഗവാൻ ഭക്തനെ ഗ്ലോറിഫൈ ചെയ്യുന്നതായിട്ട് കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. സൂത ഗോസ്വാമിയുടെ വിവരണങ്ങളാണ് പറയുന്നത്. ശ്ലോക നമ്പർ 10, 1ാമത്തെ സ്കന്ധം, 9ാമത്തെ അധ്യായം, ദ പാസിംഗ് അവേ ഓഫ് ഭീഷ്മ, ശ്ലോക നമ്പർ 10. ദയവ് ചെയ്ത് ആരുടെയെങ്കിലും കയ്യിൽ ഭാഗവതം മലയാളം ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു വെക്കുക. അതിന്റെ ട്രാൻസ്ലേഷനും ഭാവാർത്ഥവും ഒന്ന് വായിക്കേണ്ടതായിട്ട് വരും. കാരണം എൻ്റെ ഇംഗ്ലീഷ് ബുക്കാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് എടുക്കാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ, താങ്ക് യു. കൃഷ്ണം ച തത്പ്രഭാവജ്ഞ ആസീനം ജഗദീശ്വരം ഹൃദിസ്ഥം പൂജയാൻ ആസ മായയോപാത്ത വിഗ്രഹം. ഒന്നുകൂടെ വായിക്കാം. കൃഷ്ണം ച തത്പ്രഭാവജ്ഞ ആസീനം ജഗദീശ്വരം ഹൃദിസ്ഥം പൂജയാനാശ മായയോപാത്ത വിഗ്രഹം. ട്രാൻസ്ലേഷൻ ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം, അതിനുശേഷം മലയാളത്തിൽ വായിച്ചോളൂ. ലോർഡ് കൃഷ്ണ ഈസ് സിറ്റുവേറ്റഡ് ഇൻ എവ്രി വൺസ് ഹാർട്ട്, യെറ്റ് ഹി മാനിഫെസ്റ്റ് ഹിസ് ട്രാൻസെൻഡന്റൽ ഫോം ബൈ ഹിസ് ഇന്റേണൽ പൊട്ടൻസി. This very Lord was sitting before Bhishmadeva, and since Bhishmadeva knew of his glories, he worshipped him
duly. Yes, വായിച്ചാട്ടെ, ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. രേഷ്ണ പ്രഭുജി വായിച്ചോട്ടെ. വായിച്ചാട്ടെ മാതാജി. ശ്ലോകം 10 അല്ലേ? അതെ, 10. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. ശ്രീകൃഷ്ണ ഭഗവാൻ സർവരുടെയും ഹൃദയത്തിൽ നിവസിക്കുന്നുണ്ടെങ്കിലും സ്വന്തം അന്തരംഗ ശക്തിയാൽ അദ്ദേഹം തന്റെ അതീന്ദ്രിയ രൂപം പ്രകടമാക്കുന്നു. അതേ ഭഗവാൻ ഭീഷ്മദേവന്റെ സമക്ഷം ഉപവിഷ്ടനാവുകയും ഭീഷ്മദേവന് ഭഗവത് മഹാത്മ്യങ്ങൾ അറിയാവുന്നതിനാൽ അദ്ദേഹം ഭഗവാനെ യഥോചിതം ആരാധിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം കൂടെ വായിച്ചാട്ടെ മാതാജി. ഭാവാർത്ഥം ബൈ ശീല പ്രഭുപാദ്. ജയ് ശീല പ്രഭുപാദ്. ഏകകാലത്ത് എല്ലായിടങ്ങളിലും സാന്നിധ്യം അരുളിക്കൊണ്ട് ഭഗവാൻ തന്റെ സർവശക്തി പ്രദർശിപ്പിക്കുന്നു. തന്റെ നിത്യധാമമായ ഗോലോക വൃന്ദാവനത്തിൽ സദാ സന്നിഹിതനായിരിക്കുന്നുവെങ്കിൽ തന്നെയും അദ്ദേഹം ഏവരുടെയും ഹൃദയത്തിലും അദൃശ്യമായ ഓരോ അണുവിൽ പോലും സ്ഥിതി ചെയ്യുന്നു. തന്റെ അനശ്വരമായ അതീന്ദ്രിയ രൂപം ഭൗതിക ലോകത്തിൽ പ്രകടമാക്കുമ്പോൾ അത് അദ്ദേഹം സാധ്യമാക്കുന്നത് സ്വന്തം അന്തരംഗ ശക്തിയിലാകുന്നു. ബഹിരംഗ ശക്തി അഥവാ ഭൗതിക ശക്തിക്ക് അദ്ദേഹത്തിന്റെ അനശ്വര രൂപവുമായി യാതൊരു ബന്ധവുമില്ല. ഭഗവാനെ അനുയോജ്യമായ രീതിയിൽ ആരാധിച്ച ശ്രീ ഭീഷ്മദേവന് ഈ സർവ്വസത്യങ്ങളും അറിയാവുന്നതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ ദറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ശ്ലോക. ഭീഷ്മദേവന്റെ മറ്റൊരു ഗ്ലോറി കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ അവിടെ ഉപയോഗിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് പ്രഭാവജ്ഞ. പ്രഭാവജ്ഞ എന്ന് പറഞ്ഞാൽ ദ നോവർ ഓഫ് ദ ഗ്ലോറീസ് ഓഫ് ദ ലോർഡ്. ഭഗവാന്റെ ഗ്ലോറിയെക്കുറിച്ച് അല്ലെങ്കിൽ ഭഗവാന്റെ സർവശക്തിയെക്കുറിച്ചും പൊട്ടൻസിയെക്കുറിച്ചും ഭഗവാന്റെ എല്ലാത്തിനെക്കുറിച്ചും അറിഞ്ഞ വ്യക്തി എന്നുള്ളതാണ് ഭീഷ്മദേവന്റെ ഗ്ലോറി ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ കൃഷ്ണം ച തത് പ്രഭാവജ്ഞ, ദ നോവർ ഓഫ് ദ ഗ്ലോറീസ് ഓഫ് ലോർഡ് കൃഷ്ണ. അത് ഭീഷ്മദേവന്റെ ഏറ്റവും വലിയൊരു ഗുണമാണ്. ഇതുകൊണ്ടാണ് അദ്ദേഹം ഈവൻ 12 മഹാജന്മാരിൽ ഒരുവനായി മാറിയത്. കാരണം 12 മഹാജന്മാരുടെയും ആ ശ്ലോകം 12 മഹാജന്മാരെ കുറിച്ച് യമരാജാവ് പറയുന്ന ആ ശ്ലോകത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ്? സ്വയംഭുർ നാരദ ശംഭോ കുമാര കപിലോ മനുഹു പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലിർവയാസകിർവയം. ഈ 12 പേര്. അതിനുശേഷമുള്ള ശ്ലോകത്തില് യമരാജാവ് പറയുന്നത് എന്തെന്നാൽ, ഞങ്ങൾ ഈ 12 പേര് പറയുന്നതാണ് ഫൈനൽ ഡിസിഷൻ. കാരണം ദേ നോ ദ റിയാലിറ്റി. യാഥാർത്ഥ്യത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ 12 പേരാണ് ഇത്. അതായത് സാക്ഷാൽ ഭഗവാന്റെ ഗ്ലോറീസിനെ കുറിച്ച് ഭഗവാനെ തിരിച്ചറിഞ്ഞ 12 വ്യക്തികൾ. ആ 12 വ്യക്തികൾ പറയുന്നപ്പോൾ അവരുടെ നിർണയം എവിടെങ്കിലും എന്തെങ്കിലും തരത്തിൽ നമുക്ക് ഒരു സംശയം ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എങ്ങനെയാണ് അതിന്റെ ഡിസിഷൻ എടുക്കുന്ന ഒരു സംശയമുള്ള സമയത്ത് യു ക്യാൻ ഡിസ്കസ് വിത്ത് ഐദർ ഓഫ് ദിസ് 12. ഈ 12 പേരിൽ നിന്ന് അവരുടെ ഡിസിഷൻസ് അല്ലെങ്കിൽ അവരോട് ഡിസ്കസ് ചെയ്യുകയോ, തീർച്ചയായിട്ടും നമുക്കിപ്പോൾ അവരോട് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ദെൻ വി ഷുഡ് റെഫർ ടു ദെയർ ഡിസിഷൻസ്. അല്ലെങ്കിൽ അവർ എന്താണ് ഇതിനു മുൻപ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവർ പഠിപ്പിച്ച പാഠം എന്ത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നിർണയമെടുക്കണം. അതിന് കാരണം, അതിനുള്ള പ്രധാന റീസണാണ് നമുക്കിവിടെ കാണാൻ ചെയ്യുന്ന ആ ഒരു വാക്കുകൊണ്ട് കൃഷ്ണം ച തത് പ്രഭാവജ്ഞ. പ്രഭാവ മീൻസ് ദ ഗ്ലോറീസ്. അതായത് ഭഗവാന്റെ പ്രഭാവത്തിനെ കുറിച്ച് തിരിച്ചറിഞ്ഞ വ്യക്തി എന്നുള്ളതാണ് ഭീഷ്മദേവന്റെ ഗ്ലോറി. സോ ലോർഡ് കൃഷ്ണ ഈസ് സിറ്റുവേറ്റഡ് ഇൻ എവരിവൺസ് ഹാർട്ട്. എല്ലാവരുടെ ഹൃദയത്തിൽ ഭഗവാൻ വസിക്കുന്നുണ്ട്. യെറ്റ് ഹി മാനിഫെസ്റ്റ് ഹിസ് ട്രാൻസിനൽ ഫോം ബൈ ദ ഇന്റേണൽ പൊട്ടൻസി. സാക്ഷാൽ ഭഗവാൻ അദ്ദേഹത്തിന് അന്തരംഗ ശക്തിയുടെ പ്രഭാവം കൊണ്ട് അല്ലെങ്കിൽ ആ ശക്തി കൊണ്ട് അദ്ദേഹം തന്റെ രൂപത്തിനെ പ്രകടമാക്കുകയും, അതുപോലെ തന്നെ സോ ദിസ് വെരി ലോർഡ് വാസ് സിറ്റിംഗ് ബിഫോർ ഭീഷ്മദേവ. സോ സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ സാധാരണ ഒരു കഥകളിൽ നമ്മൾ വായിച്ചതും മനസ്സിലാക്കിയതും ഭീഷ്മദേവൻ ഉത്തരായണം വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു ശരീരം വെടിയുന്നതിന് എന്നാണ്. സാധാരണഗതിയിൽ ഇതാണ് ഒരു പറച്ചിൽ നടക്കുന്നത്. എന്നാൽ ഇത് ശരശയിൽ മാസങ്ങളോളം കിടന്നു ഉത്തരായണം വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു.
നോ, ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ റിയാലിറ്റി. അത് യാഥാർത്ഥ്യമല്ല. ഇറ്റ് ഹാപ്പൻ ടു ബി ലൈക്ക് ദാറ്റ്. അതിന് അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത് സത്യമാണ് എങ്കിലും ആക്ച്വലി ഹി വാസ് വെയിറ്റിംഗ് ഫോർ ദ ലോർഡ് ടു കം ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. ഭഗവാൻ തൻ്റെ മുൻപിൽ എപ്പോഴാണ് വരുന്നത് എന്ന് കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം. ഇനി കുറച്ച് കഴിയും മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ തീർച്ചയായും അടുത്ത വ്യക്തികൾ, പ്രഭുക്കന്മാർ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കത് കാണാൻ സാധിക്കും. പ്രഭുവും അല്ലെങ്കിൽ മാതാജിമാരും ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും. സോ ദ ലോർഡ്, ഭീഷ്മദേവ വാസ് വെയിറ്റിംഗ് ഫോർ ദ ലോർഡ് ടു കം ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അദ്ദേഹത്തിനെ കണ്ടുകൊണ്ട് കണ്ണടയ്ക്കണം എന്ന ആഗ്രഹം കൊണ്ട് അദ്ദേഹം വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇത്രയും വലിയ പെയിൻ എടുക്കേണ്ട ആവശ്യമില്ല. ഭഗവത്ഗീതയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്, ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട്, ഫോർ എ ഡിവോട്ടി there's nothing called ഉത്തരായണം, ദക്ഷിണായനം, രാത്രി പകല്, nothing. Just remember me and leave the body. എന്നെ ഓർത്തുകൊണ്ട് ശരീരം വെടിയുക, that's fine, that's more than enough. വേറെ ഒന്നും ആവശ്യമില്ല. പക്ഷേ Bhishmadev didn't want. Bhishmadev is like, there's no great devotee than Bhishma. Okay, of course, I mean 12 മഹാജന്മാരിൽ പ്രഭവജ്ഞ, he knows the glories of the Lord. He is one among the 12 മഹാജൻസ്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും ഈ ഗ്ലോറീസ് ധാരാളം മതി അദ്ദേഹത്തിന് ഉത്തരായനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട എന്നുള്ള ഒരു കാരണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ he wanted to close his eyes, അല്ലെങ്കിൽ he wanted to leave the body by looking at the Lord, by looking at the lotus feet of the Lord. ആ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, ആ പാതാരവിന്ദങ്ങളെ ദർശിച്ചുകൊണ്ട് ശരീരം വെടിയണമെന്ന ആഗ്രഹം കാരണമാണ് ഭീഷ്മദേവൻ അത്രയും ദിവസങ്ങൾ ആ വേദനയെല്ലാം അനുഭവിച്ചുകൊണ്ട് അവിടെ അദ്ദേഹത്തിന് കിടക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ കിടക്കാൻ കാരണം. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഗ്ലോറി ഓഫ് ഭീഷ്മ അഗെയിൻ. കാരണം അദ്ദേഹത്തിന് ഭഗവാനെ ദർശിച്ചുകൊണ്ട് ശരീരം വെടിയണം എന്ന ആ ആഗ്രഹം, ഇച്ഛാമൃത്യു ഉണ്ടായിട്ടും ആ ഇച്ഛ അദ്ദേഹം എവിടെ ഉപയോഗിച്ചു? ഫോർ ദ ഗ്ലോറീസ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭഗവാനെ ഓർമ്മിക്കുക, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ബന്ധുമിത്രാദികളെല്ലാം എൻ്റെ കൂടെ ഉള്ള സമയത്ത്, ഞാൻ ഏറ്റവും ഇതായിട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹം അതൊന്നും അല്ല ആഗ്രഹിച്ചത്. ഈവൻ അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചുമില്ല യുധിഷ്ഠിര മഹാരാജ എൻ്റെ അടുത്ത് വരും, എനിക്കിതെല്ലാം പറഞ്ഞു കൊടുക്കണം. അതെല്ലാം അദ്ദേഹം ചെയ്തു. യെസ്, പക്ഷെ ആസ് പെർ ദി ഇൻസ്ട്രക്ഷൻ ഓഫ് ദ ലോർഡ്, ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം അതെല്ലാം അദ്ദേഹം വേണ്ട ഉപദേശങ്ങളെല്ലാം അദ്ദേഹം കൊടുത്തു. പക്ഷെ എഗെയിൻ ദാറ്റ് ഈസ് നമ്മൾ ലാക്ക് ചെയ്യുന്ന അവിടെയാണ്. നമ്മൾ എവിടെയാണ് ലാക്ക് ചെയ്യുന്നത്? ദ റൈറ്റ്, ദ ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് കിട്ടിയ സൗഭാഗ്യത്തിനെ, ഏറ്റവും മഹത്തായ കാര്യത്തിനെ where we are utilizing. This is what our problem. For example, നമുക്ക് എല്ലാവർക്കും അറിയാം, ഭഗവാൻ ഭഗവത്ഗീത മുഴുവൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം what he told Arjuna, hey Arjuna, yathe ichhasi tatha kuru, you do whatever you feel it is good for you. ആ സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഭഗവാൻ തന്നിട്ടുണ്ട്. That's what we are doing also. പക്ഷെ നമ്മളുടെ ആ സ്വാതന്ത്ര്യത്തിനെ നമ്മൾ മിസ്യൂസ് ചെയ്യുകയാണ്. ഇൻസ്റ്റെഡ് വി ഷുഡ് ഫോളോ ഭീഷ്മദേവ, ഹു യൂസ്ഡ് ദാറ്റ് ഇൻഡിപെൻഡൻസ് ഇൻ ദ സർവീസ് ഓഫ് ദ ലോർഡ്, ഓർ ലൈക്ക് ആ ഇച്ഛാമൃത്യു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ അമ്പ് കൊണ്ട് നോക്കുക, ലൈക്ക് ഇറ്റ്സ് ബിക്കം ലൈക്ക് എന്താണ് പറയുന്നത്, അരിപ്പ പോലെ അദ്ദേഹത്തിന്റെ ശരീരമായി. അരിപ്പ മീൻസ് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ താഴേക്ക് വരുന്ന അരിപ്പ, അതിന് ഓരോ അത്രമാത്രം ശരങ്ങൾ കൊണ്ട് തുളച്ച് കയറിയിരിക്കുക. നമ്മുടെ ഒന്ന് ചെറുതായിട്ട് മതി. ഇന്നലെ എൻ്റെ കൂടെ താമസിക്കുന്ന പ്രഭുവിന്റെ കൈ ഒന്ന് മുറിഞ്ഞപ്പോഴത്തേക്ക് പ്രഭു വേദനിച്ചു ഓടി ഒന്ന് ബാൻഡേജ് ഇട്ടു. സോ ലൈക്ക് വെരി സ്മോൾ കട്ട് വി കനോട്ട് സഫർ, അല്ലെങ്കിൽ വി ക്യാൻ ടേക്ക് ദാറ്റ് പെയിൻ. സോ ഇമാജിൻ, യെസ്, ഈസ് എ ക്ഷത്രിയ. ഭീഷ്മദേവന് നമ്മുടെ ജാലി, അല്ലെങ്കിൽ എന്താ പറയാ, അരിപ്പ പോലെ ശരീരത്തില് മുറിവുകൾ ഉണ്ടായിട്ടും he stood, he waited. അതാണ് ആ ഇച്ഛാമൃത്യു എന്ന് പറയുന്നത്. ആ വരം, how he utilized. That is the lesson we have to learn from Bhishmadeva's life. ഭീഷ്മദേവൻ ആ ഇച്ഛ അദ്ദേഹം ഭഗവാനെ ദർശിച്ചുകൊണ്ട് മരിക്കാനായിട്ട് ഉപയോഗിച്ചതുപോലെ നമുക്ക് കിട്ടിയ ഫ്രീഡം
ഭഗവാൻ യഥേ ഇച്ഛസി തഥാ കുരു എന്ന് അർജുനനോട് പറഞ്ഞു. അതേ ഫ്രീഡം നമുക്കുമുണ്ട്. വി ക്യാൻ ഡു വാട്ട് എവർ വി വാണ്ട്. നമുക്ക് എന്ത് നമുക്ക് ചെയ്യാം. നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഭഗവാൻ തന്നു. പക്ഷെ ആ സ്വാതന്ത്ര്യത്തിനെ when we are turning it to the lotus feet of the Lord, that is the best utilization of that. That is the best utilization of that freedom. അപ്പോ അതേപോലെ തന്നെ at the end of Bhagavad Gita, in the 73rd shloka of Bhagavad Gita, 18th chapter, what did Arjuna say? എന്താണ് അർജുനൻ അവിടെ പറയുന്നത്? ആർക്ക് പറയാം? 73rd shloka of Bhagavad Gita, 18th chapter. Or Hare Krishna. എല്ലാവരും ഉറങ്ങിയാ? എന്താണ്? Karishye vachanam tava. We all have to become that Arjuna. ഭഗവാന് നമ്മൾ അതുപോലെയുള്ള അർജുനന്മാരാവുകയാണ് ഭഗവാന്റെ ആഗ്രഹം. പക്ഷെ നമ്മൾ അതെല്ലാം വിട്ടിട്ട് we are utilizing our freedom, or we are misusing our freedom to enjoy ourselves. നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ കംപ്ലീറ്റ്ലി മിസ്അപ്രോപ്രിയേറ്റ്ലി യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Completely in the wrong direction. So the lesson what we have to learn from Bhishma Deva's life is that how he utilized his Ichamrityu. ആ ഇച്ഛാമൃത്യു എന്ന് പറയുന്ന ആ വരത്തിനെ ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്തു. So it is nothing wrong in taking in that way that he was waiting for Uttarayana. It's nothing wrong. പക്ഷേ as a devotee, he doesn't have to wait. ഒരു ഭക്തൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഉത്തരായനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. He can just remember the Lord and then leave his body. പക്ഷേ he can do that, he could do that. അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതുമല്ല അദ്ദേഹം ആഗ്രഹിച്ച്, I want the Lord in front of me. എനിക്ക് ഭഗവാൻ എൻ്റെ തൊട്ട് മുൻപിൽ ഉണ്ടാവണം എന്ന ആഗ്രഹത്തോടുകൂടി അദ്ദേഹം ആ അരിപ്പ പോലുള്ള ശരീരവുമായി അദ്ദേഹം വെയിറ്റ് ചെയ്ത് ഭഗവാനെ മുൻപിൽ ദർശിക്കാൻ സാധിച്ച സമയത്ത് he was leaving the body. That will come in the further shlokas. അതിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രഭാവജ്ഞ, the knower of the glories. ആരുടെ ഗ്ലോറീസ്? The Lord. ഭഗവാന്റെ മാത്രമല്ല, നമ്മളുടെ ഗ്ലോറിയും. നമ്മളുടെ ഗ്ലോറി എന്ന് പറഞ്ഞാൽ we got this human body, that's our glory. ഈ മനുഷ്യ ശരീരം ലഭിച്ചു എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഗ്ലോറിയാണ്. കാരണം അതിന്, അതായത് ഞാൻ പല ക്ലാസ്സുകളിൽ പറയാറുണ്ട്, we get a driving license. ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ we are supposed to all the rules and regulations. നോ എൻട്രി ബോർഡ് എവിടെയുണ്ടോ അവിടെ പോകാൻ പാടില്ല. യു ടേൺ എവിടെ എടുക്കാൻ പാടില്ലയോ അവിടെ യു ടേൺ എടുക്കാൻ പാടില്ല. റെഡ് സിഗ്നൽ കണ്ടാൽ സ്റ്റോപ്പ് ചെയ്യണം. യെല്ലോ സിഗ്നൽ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ്, യു ഷുഡ് ട്രൈ ടു സ്റ്റോപ്പ് ദ കാർ ബിഫോർ ദ റെഡ് സിഗ്നൽ കംസ്. Give proper indications when you are to turn right or turn left or whatever. Behave properly on the road. ഈ നിയമങ്ങളെല്ലാം നിങ്ങൾ അറിയാൻ ബാധ്യസ്ഥനാണ്, since you are holder of a license. As long as you are holder of license. Okay, നിങ്ങൾക്ക് ലൈസൻസ് ഇല്ല എങ്കിൽ then you are not supposed to drive the car or bike or scooter or whatever. അത് ഓടിക്കാൻ നിങ്ങൾക്ക് അർഹതയില്ല. സിമിലർലി ഇപ്പൊ ലൈസൻസ് ഹോൾഡർ അല്ലെങ്കിൽ ലൈസൻസ് കയ്യിലിരിക്കുന്ന ഒരാൾക്ക് നിയമങ്ങളെല്ലാം പാലിക്കാൻ നിങ്ങൾക്ക് നിർബന്ധിതനാണ്, ബാധ്യസ്ഥനാണ്. നിങ്ങൾ അറിയാനുള്ള ബാധ്യത നിങ്ങൾക്കുള്ളതുപോലെ, since you are holding this human body, or since you are the owner of this human body, മനുഷ്യ ശരീരം നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അവസ്ഥയിൽ you are supposed to follow all the dharma as a human being. മനുഷ്യ ശരീരത്തിൽ കിട്ടിയിരിക്കുന്ന ഈ അവസരം അതിനെ വേണ്ടവണ്ണം വിനിയോഗിക്കാനുള്ള ബാധ്യതയും നിങ്ങൾക്കുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. ആ ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ബോഡി കിട്ടിയത്, മനുഷ്യ ശരീരം. അല്ലെങ്കിൽ യു വുഡ് ബിക്കം എ പിഗ്. നിങ്ങളൊരു ഒരു പന്നിയായി ജനിക്കാമായിരുന്നു, നിങ്ങളൊരു പുഴുവായി ജനിക്കാമായിരുന്നു, നിങ്ങളൊരു
ഒരു എന്തെങ്കിലും ഒരു മൃഗമായിട്ട് ജനിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഒരു കൃമി, പിന്നെ worm in the stool. പക്ഷെ നമുക്ക് ഈ മനുഷ്യ ശരീരം, നിങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻക്ലൂഡിങ് മീ, ഇൻക്ലൂസീവ്, ഇൻക്ലൂഡിങ് മൈസെൽഫ്. സോ നമ്മൾക്ക് ഈ മനുഷ്യ ശരീരം കിട്ടിയ സ്ഥിതിക്ക് യു ആർ സപ്പോസ് ടു ആക്ട് ഇൻ ദാറ്റ് വേ, നോട്ട് ലൈക്ക് an animal. സോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ വാട്ട് വി ഹാവ് ടു ലേൺ ഫ്രം ഭീഷ്മദേവാസ് ലൈഫ് ഈസ് ദാറ്റ് ഹൗ ഹി യൂട്ടിലൈസ്ഡ്. അദ്ദേഹത്തിന് ആ കിട്ടിയ ഇച്ഛാമൃത്യു എന്ന് പറയുന്ന ആ വരത്തിനെ അദ്ദേഹം ഭഗവാന്റെ ദർശനം കൊണ്ട് കണ്ണടയ്ക്കാനായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. സോ ഹിസ് എ നോവർ ഓഫ് എവറിഥിങ്. പ്രഭാവജ്ഞ, ദാറ്റ്സ് എ very beautiful word. So this is a very good glory of Bhishmadeva, is a prabhavajna. So the Lord's importance is displayed in by his simultaneous presence in every place. അദ്ദേഹത്തിന്റെ ഭഗവാന്റെ omnipotency അല്ലെങ്കിൽ omnipresent, omnipotent, ഇതെല്ലാം നമുക്ക് അറിയാവുന്ന വാക്കുകളാണ്. So he is omnipresent, he is everywhere, he is in our heart, he is here, he is there, he is here, he is with you. പക്ഷെ ആ ഭഗവാൻ is there in Goloka Vrindavana also, and he is standing in front of Bhishmadeva. So he was so fortunate. കാരണം അദ്ദേഹത്തിന് അത്രമാത്രം ഭാഗ്യം ലഭിച്ചത് because he was പ്രഭാവജ്ഞ. He knew. So അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഈ ശാസ്ത്രങ്ങൾ നമ്മൾ പഠിക്കുകയും ഭഗവാന്റെ ഗ്ലോറിയെ കുറിച്ച് മനസ്സിലാക്കുകയും നമ്മൾക്ക് ഈ ശരീരത്തിന്റെ കിട്ടിയതിന്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുകയാണ് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. So when he manifests his eternal transcendental form in the material world, he does so by the internal potency. അതിന് ആന്തരിക ശക്തി കൊണ്ടാണ് ഭഗവാൻ ഇവിടെ ഈ ലീലകളെല്ലാം ചെയ്യുകയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുകയും അത് ചെയ്ത്. External potency or the material energy has nothing to do with his eternal form. ഭഗവാൻ ഇവിടെ മൂർഖന്മാര് നമാം ദുഷ്കൃതിനോ മൂഢ. സോ പീപ്പിൾ അണ്ടർസ്റ്റാൻഡ്, അതായത് വിഡ്ഢികളായ ആൾക്കാർ വിചാരിക്കും ഐ എം ഓൾസോ ഹാവിങ് എ സിമിലർ ബോഡി, അല്ലെ ഭഗവാനും മനുഷ്യരെ പോലുള്ള ഒരു സാധാരണ ശരീരം വഹിക്കുന്നു എന്ന് ഭഗവാൻ വഹിക്കുന്നു ഭഗവാൻ ഇവിടെ ഭഗവത്ഗീതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ സാധാരണ ആൾക്കാർ ആ ഒരു ധാരണയെ കരുതുന്നു. പക്ഷേ ഭീഷ്മദേവ ഇസ് പ്രഭാവജ്ഞ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അതാണ് ശ്രീല പ്രഭുപാദ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. He knows who Krishna is, who is standing in front of me is none other than the Supreme Personality of Godhead. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു രീതിയിൽ ശരീരം വെടിയാനായിട്ട് സാധിക്കുകയും. സോ ഇനി മുമ്പോട്ട് വരാൻ പോകുന്ന ശ്ലോകത്തിൽ നമ്മൾ ഇതെല്ലാം കാണും. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. It's 7:15, means 8:45 അല്ലെ 8:50 സമയം അവിടെ. സോറി, ഞാൻ ആക്ച്വലി ഇപ്പോൾ ഐ മീൻ ഇൻ ദ UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണ്. ഞാൻ ഷാർജ എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ എനിക്ക് 7:20 ആയി സമയം. So that means we 8:50 there. So thank you so much. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ, ശ്രീല പ്രഭുപാദ് കി ജയ, ശ്രീല ഗുരുദേവ് കി ജയ, നിതായ ഗൗർ സിദ്ധാർത്ഥ പ്രേമാനന്ദേ ഹരി. കൃഷ്ണ പ്രഭു, ഒരു കാര്യം ചോദിച്ചേട്ടെ പ്രഭു. പ്രഭു, ഈ ഭീഷ്മദേവന് ഒരു വരം കിട്ടിയിട്ടുണ്ടായിരുന്നോ? അദ്ദേഹത്തിന്റെ മുൻപിൽ ആരെങ്കിലും ചെന്നാൽ അദ്ദേഹത്തിന്റെ ശക്തി ഇവർക്ക് കിട്ടുമെന്നുള്ളത്. അത് ഭീഷ്മദേവനല്ല. ഭീഷ്മദേവർക്കില്ല. അതുകൊണ്ടാണ് മുൻപിൽ ചെല്ലാത്തതെന്ന് ഇവിടെ ഞാൻ കേട്ടു. അതുകൊണ്ട് ചോദിച്ചു. ഭീഷ്മദേവനല്ല, അത് എന്താണ്, അത് ബാലിയുടെ കഥ രാമായണത്തിൽ വേറൊരാൾക്കുണ്ട്. മഹാഭാരതത്തിൽ ഒരാൾക്കുണ്ട്. ഒരു അസുരനുണ്ടല്ലോ, ഭഗവാൻ കൃഷ്ണൻ ഗുഹയ്ക്കകത്ത് പോയിട്ട് ആരാണ് മുജുകുന്ദൻ കിടക്കുന്ന ആളാണ് മുജുകുന്ദൻ. ആ വരുന്ന അസുരനാണ് പേര് വരുന്നില്ല, ഓർമ്മയില്ല. കംസന്റെ പൂർവജന്മം. അങ്ങനെ എന്തോ
ആണോ ബ്രോ? കാലനേമിയാണോ പ്രഭു? കാലനേമിയാണോ? കറക്റ്റ് കാലനേമി, അങ്ങനെ കാലനേമി. കാലനേമി. എനിവേ അസുരന് അങ്ങനെ ഒരു ശക്തി ഉണ്ടായിരുന്നു. കാലനേമി. എനിവേ സോ അറിയാം, ഭീഷ്മദേവൻ അങ്ങനെ വരവില്ലായിരുന്നു. ഭീഷ്മദേവൻ അങ്ങനെ വരവില്ല. No. അല്ല ഇവിടെ ലെക്ചർ ഇല്ല അങ്ങനെ വരാൻ ഭീഷ്മദേവനില്ല. അല്ല അതുകൊണ്ടായി പിന്നെ ശിഖണ്ഡിയെ കൊണ്ട് നിർത്തിയെന്ന് പറയുന്ന കേട്ടു. അല്ല, ശിഖണ്ഡിയെ കൊണ്ട് നിർത്തുന്നത് അമ്പയല്ലേ, അമ്പയുടെ അല്ല, അങ്ങനെ വരുന്നതാണ്. നോ നോട്ട് ദാറ്റ്. അങ്ങനെ അതുകൊണ്ടല്ല. നോ നോ. പ്രഭു, ഈ അഷ്ടവസുക്കളിൽ ചന്ദ്രന്റെ പേരെന്താണ് പറഞ്ഞേ? കേട്ടില്ല. ചന്ദ്രന്റെ പേര് സോമ. സോമ. ശരി പ്രഭു, ശരി. ഹരേ കൃഷ്ണ പ്രഭുജി. ഒരു കാര്യം, പിന്നെ 12 പേര് നമ്മൾ എന്ത് ചെയ്താലും 12 പേര് അറിയുന്ന മാതാജി പറയില്ല. അപ്പൊ 8 പേര് അഷ്ടവസുക്കള്, പിന്നെ 4 പേര് ആരൊക്കെയാണെന്ന് പറയാമോ? അത് ഒന്ന് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ അറിയുന്നത് ചന്ദ്രൻ, ചന്ദ്രൻ, വായു, ആകാശം, രാവ്, പകല് ഇങ്ങനെ വരുന്നുണ്ട്. ഇന്ദ്രനുണ്ട് അതിനകത്തില്. ദേവീദേവന്മാരുണ്ട്. എനിക്ക് ആരാ പറഞ്ഞത് 12 പേരുടെ പേര് ആൾക്കറിയാമോ മാതാജിക്ക്? അതെന്തൊക്കെയെന്ന് വെച്ചാൽ ഇപ്പൊ പ്രഭു അഷ്ടവസുക്കളിൽ ഇത് പറഞ്ഞല്ലോ, അതുപോലെ ആകാശം, ഭൂമി, ചന്ദ്രൻ, ആകാശം, ഭൂമി, രാവ്, പകല്, ഇങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്നാണ് 12 പേര്. അതിൽ അഷ്ടവസുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ പ്രഭു ഇപ്പൊ പറഞ്ഞ ഈ അഷ്ടവസുക്കൾ അത് രാവ്, പകല്, ആകാശം, ഭൂമി, സൂര്യചന്ദ്രന്മാരല്ലേ മാതാജി? സൂര്യചന്ദ്രന്മാരെ, വായു, ഇങ്ങനെ അഗ്നി. സാക്ഷികളാണെങ്കിൽ 13 പേരാണ്. 13 സാക്ഷികളാണെങ്കിൽ 13. 13. അതെ 13. എനിക്ക് നമ്പർ തെറ്റിപ്പോയി. 13 പേര്. 12. ശരി പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭു പിന്നെ ഒന്ന്, അതായത് ഭീഷ്മരുടെ ഇത് പറഞ്ഞപ്പോഴേ പ്രഭു ഒരു ചെറിയ ഒരു കഥ, ഒരു സംഭവം, നല്ല നമുക്ക് ഹൃദയസ്പൃക്കായ ഒരു സംഭവം. അതായത് യുധിഷ്ഠിരൻ ഭഗവാനെ കാണാൻ വരുമ്പോൾ ഭഗവാൻ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ യുധിഷ്ഠിരന് അതിശയമാകും. അങ്ങനെ നിന്നിട്ട് ധ്യാനത്തിൽ നിന്നിരുമ്പോൾ യുധിഷ്ഠിരൻ ചോദിക്കും, സകലരും ആരാധിക്കുന്ന അങ്ങ് ഇപ്പോൾ ആരെ ആരാധിച്ചുകൊണ്ടിരുന്നെന്ന് ചോദിക്കും. അപ്പോൾ പറയും, എൻ്റെ ഭക്തന്മാരെ ഞാൻ ആരാധിക്കാറുണ്ട്. ഇപ്പൊ സകല പീഡകളും മറന്ന് ശരശയിൽ എന്നെ മാത്രം ഓർത്തുകൊണ്ട് കിടക്കുന്ന ഭീഷ്മരെയാ ഞാനിപ്പോ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയും. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഹൃദയംഗമായ വളരെ നന്ദി പ്രഭുജി. ദണ്ഡോത് പ്രണാംസ്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു പ്രഭുജി. ദണ്ഡോത് പ്രണാംസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാംസ് പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രണാം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. Thank you so much. It was a beautiful session. Thanks a lot. എന്റെ പേര് ശാന്തി മാറ്റിയിട്ട് ശശികല പ്രിയസിന്റെ. നീ ശശികല പ്രിയസിന്റെ